അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. വീടുകളിലൊക്കെ ചെന്നിട്ട് അവിടെ അലക്കി കൊടുക്കുക, വീടുകളിലെ പണിയൊക്കെ ചെയ്യുന്ന ഒരു ഉമ്മയാണ് സെബീനുമ്മ. ഈ സെബീനുമ്മക്ക് 3 മക്കളുണ്ട്, 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയും. ഇവരെ ഭർത്താവ് വേറൊരു മതസ്ഥനായിരുന്നു. അതായത് വേറൊരു മതത്തിൽ നിന്ന് വന്നിട്ട് പിന്നീട് മതമൊക്കെ മാറിയിട്ട് ഇവരെ കല്യാണമൊക്കെ കഴിച്ചു. കാരണം ഇവർ പാവങ്ങളാണ്, നല്ലൊരു കല്യാണക്കാരൊന്നും വന്നിരുന്നില്ല. മധുര സ്വദേശിയാണ് ഇവരുടെ ഭർത്താവ്. കല്യാണമൊക്കെ കഴിച്ച് 3 മക്കളൊക്കെ ആയിട്ട് ഒരു സുഖം സ്വൈര്യം ആ പെണ്ണിന് കൊടുത്തിട്ടില്ല. അയാൾ മുങ്ങി. എന്നാൽ ഡിവോഴ്സ് ആണെങ്കിൽ ഡിവോഴ്സ് അല്ല. വീടുകളിലൊക്കെ ചെന്നിട്ട് ഈ പണിയെടുത്തിട്ടാണ് ഈ സെബീനുമ്മ ഈ 3 മക്കളെ വളർത്തിയത്. റമദാനായി കഴിഞ്ഞാൽ സെബീനുമ്മയുടെ വീട്ടിൽ വലിയ അത്ഭുതം നടക്കും. റമദാൻ ഇങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ വീട്ടിലേക്ക് പണിക്ക് പോകില്ല. വീട്ടിലേക്ക് പണിക്ക് പോകില്ല എന്ന് മാത്രമല്ല, അവിടെയുള്ള സമ്പന്നരേക്കാൾ വലുതായിട്ട് ഉസ്താദുമാരെ വിളിച്ച് നോമ്പ് തുറപ്പിക്കുക, പിന്നെ ഓരോരുത്തരെ വിളിച്ച് നോമ്പ് തുറപ്പിക്കുക. എന്നും നല്ല ചിക്കനും പത്തിരിയും നല്ല ഫ്രൂട്ട്സും. എവിടെ നിന്നാണ് ഇവർക്ക് ഈ പണം കിട്ടുന്നത്? ഇവർ നന്നായിട്ട് ആഘോഷിക്കും. പെരുന്നാൾക്ക് നല്ല മുന്തിയ വസ്ത്രം തന്നെ ധരിക്കും. ഒരു വീടുകളിൽ പോയിട്ട് 1 രൂപ ഇവർ യാചിക്കൂല. സെബീനുമ്മയുടെ വീട്ടിൽ എന്താണ്, റമദാൻ ആയിക്കഴിഞ്ഞാൽ അപ്പുറത്തുള്ള സമ്പന്നരായ ആളുകളുടെ വീട്ടിലേതുപോലെ എന്നും വിഭവസമൃദ്ധമായ ഫ്രൂട്ട്സുകളുണ്ട്, ഭക്ഷണങ്ങളുണ്ട്. അവർ പെരുന്നാൾക്കെടുക്കുന്ന 2-3 കൂട്ടി ഡ്രസ്സുകളാണ്. അവർ പെരുന്നാൾ കഴിഞ്ഞാൽ മക്കൾ മുതിച്ച് ചെറിയ ടൂറും പോകും. ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ സെബീനുമ്മക്ക് എങ്ങനെയൊക്കെ? ഇത് പടച്ചോൻ അനുഗ്രഹം തന്നെ. ആളുകൾക്ക് ഭയങ്കര സംശയം, അയൽപ്പക്കത്തുള്ള ആളുകൾക്ക്. ഇവർ പറയുന്ന ഒരു കാര്യം, ഞാൻ സ്വലാത്ത് മുടക്കലില്ല, സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് എനിക്ക് എവിടുന്നോ കിട്ടുന്നതാണ് എന്നാണ് ഇവർ തമാശയായിട്ട് പറയാറ്. ഇന്ന് നമുക്ക് റമദാൻ ഇന്ന് രാത്രിയോടുകൂടി റമദാൻ ആരംഭിക്കാൻ പോവാണ്. ഇന്ന് നമ്മൾ തറാവീഹ് നമസ്കരിക്കും. നമ്മളിനി നാളെ നമ്മൾ നോമ്പെടുക്കാൻ പോകാൻ. പല ആളുകൾക്കും പല പ്രയാസങ്ങളുണ്ടാവും. ഫ്രൂട്ട്സിനൊക്കെ വില കൂടി, റമദാനിന് പെരുന്നാളാകുമ്പോൾ ഡ്രസ്സിന്, ഇങ്ങനെ നമ്മുടെ ഉള്ളിലൊക്കെ പ്രയാസമാണ്. പക്ഷേ സെബീനുമ്മക്ക് എവിടെ നിന്നാണ് ഈ ലൈഫിൽ ഈ മാറ്റം കിട്ടുന്നത് വെച്ചപ്പോൾ സെബീനുമ്മ പറഞ്ഞൊരു രഹസ്യമുണ്ട്. ആ രഹസ്യം എന്നെ സംബന്ധിച്ചിടത്തോളം സെബീനുമ്മ എന്നോടത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, പടച്ചോനെ, ഈ റമദാൻ മുതൽ ഞാനത് ഇൻഷാ അല്ലാഹ് ആ രഹസ്യം ഞാൻ നടപ്പിലാക്കും. സെബീനുമ്മ പറഞ്ഞ ഈ ഒരു ഐഡിയ എൻ്റെ ലൈഫിൽ ഞാൻ വർക്കൗട്ട് ആവാൻ പോകുന്നത് ഈ റമദാൻ 1 മുതലാണ്. അപ്പോൾ സെബീനുമ്മയുടെ ലൈഫ് നമുക്കും ഒരു പാഠമാണ്. നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ സെബീനുമ്മൻ്റെ ലൈഫ് ഒരു പാഠമാക്കുക. സെബീനുമ്മ പറയുന്ന ഒരു രഹസ്യതാണ്. സെബീനുമ്മ ഒരു കാര്യം ചെയ്യും. ഇവരുടെ ഉമ്മ മരണപ്പെട്ടത് ഒരു റമദാൻ 17-നോ 18-നോ, റമദാൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിലാണ്. ആ സമയത്ത് ഇവർ പള്ളിയിലെ ഉസ്താദുമാരെയും നാട്ടിലുള്ള കുറച്ച് കാർന്നോമാരെയും അയൽപ്പക്കത്തുള്ളവരൊക്കെ വിളിച്ചിട്ട് നല്ല മന്തി അടക്കം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എല്ലാവർക്കും അതിശയമാണ്. എവിടെ നിന്നാണ് ഇവർക്ക് ഇത്രയും? എന്നാൽ ഇവർ ഒരു മോശം സ്വഭാവമൊന്നും ഇല്ല. അപ്പോൾ അവർ ആ രഹസ്യം പറഞ്ഞത് ഇങ്ങനെയാണ്. ഇവർ ഒരു റമദാൻ്റെ, അതായത് പെരുന്നാൾ കഴിഞ്ഞിട്ട് അടുത്ത റമദാൻ 1 ഇവരൊരു ഡേറ്റ് വെച്ചിക്കാണ്. വീട്ടിലൊരു നിധിശേഖരം ഉണ്ടാക്കിയിട്ട് ഇവർക്ക് കിട്ടുന്ന എന്ത് ദിവസം കിട്ടുന്ന കാശുണ്ടോ അതിൽ ഒരു പങ്ക് ഈ റമദാൻ നിധിശേഖരത്തിൽ സൂക്ഷിക്കും. അതായത് ഇവർക്ക് ജോലിക്ക് കിട്ടുന്ന കാശിൽ നിന്ന് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ ദിവസവും ഇത് എത്ര പട്ടിണി കടന്നാലും വേണ്ടില്ല, റമദാൻ നിധിശേഖരത്തിലേക്ക് ഒരു തുക ഇവരിങ്ങനെ വെച്ചുകൊണ്ട്, അത് 50 ആകാം, 100 ആകാം, ചില ദിവസങ്ങൾ 500 ആവാം. ആരെങ്കിലുമൊക്കെ വല്ല ഗൾഫേരൊക്കെ വന്ന് ഇവർ ജോലി എടുക്കുന്ന വീട്ടിൽ നിന്ന് വല്ല തുക കിട്ടിക്കഴിഞ്ഞാൽ അവരാ തുകനെ കുറിച്ച് മൈൻഡ് ചെയ്യൂല. അവരാ തുക നേരെ കൊടുന്നിട്ട് റമദാൻ നിധിശേഖരത്തിലേക്ക് ഇടുക ചെയ്യുക. അങ്ങനെ 11 മാസം ഇവർ എങ്ങനെയാണോ അവർക്കുള്ളത് അങ്ങനെ ജീവിക്കുള്ളൂ. എക്സ്ട്രാ കിട്ടുന്ന വരുമാനങ്ങളൊക്കെ മക്കളും ആ ശീലം ഉണ്ടാക്കി. മക്കൾക്ക് എന്തെങ്കിലും വല്ല മാമമാർ കൊടുത്താലോ അല്ലെങ്കിൽ വല്ല കുടുംബത്തിൽ നിന്ന് വല്ലവരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഈ നിധിശേഖരത്തിലാണ്. അങ്ങനെ റമദാൻ 1 ആകുമ്പോൾ ഇവർ നിധി പൊട്ടിക്കും. നിധി പൊട്ടിച്ചു കഴിഞ്ഞാൽ വലിയൊരു തുക, ഈ സെബീനുമ്മ പറയുന്നത് ചില വർഷങ്ങളിൽ ഞങ്ങൾക്ക് 50,000 രൂപയുടെ മുകളിൽ ഉണ്ടാവലുണ്ട്. ആ തുക കണ്ട് കിട്ടി ഇവർ പിന്നെ റമദാനിക്ക് എന്ത് ചെയ്യൂല, ഒരു വീടുകളിലും പോയിട്ട് പണിക്ക് പോകില്ല. ഇവർ ടൈം ശരിക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. അതായത് ഇവരുടെ രീതി ഞാൻ പറയുന്നത് നമുക്കും സ്വീകരിക്കാവുന്നതാണ്. ഇവർ അത്താഴം കഴിക്കൽ കഴിഞ്ഞിട്ട് സുബിഹി വരെ ഇവരെന്തെങ്കിലുമൊക്കെ ചൊല്ലി പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരിങ്ങനെ ഖുർആൻ ഓതി സുബിഹി നമസ്കാരം കഴിഞ്ഞാൽ ഇവർക്ക് ഉറങ്ങുന്നൊരു ശീലമല്ല. ഇവർ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ നേരെ പെണ്ണുങ്ങൾ ചെയ്യുന്ന പോലെ ഉറങ്ങില്ല. ഇവർ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ കുറച്ച് ദിക്റുകൾ, ആദ്യത്തെ റമദാനിൻ്റെ ആദ്യത്തെ 15-നുള്ളിൽ 70,000 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഹുവ തവ്വാബുർ റഹീം എന്നുള്ളത് പൂർത്തിയാക്കും. അത് പൂർത്തിയാക്കും. ഒരു ദിവസം ഒരു 4,000 വരെ എണ്ണം. അങ്ങനെ എണ്ണിക്കഴിയുമ്പോൾ ആദ്യത്തെ 15 ആകുമ്പോഴേക്ക് ഏകദേശം 70,000 ഇസ്തിഗ്ഫാർ പൂർത്തിയാവാൻ. അതോടൊപ്പം തന്നെ പക്ഷെ ഒരു നിശ്ചിത അളവിൽ ഖുർആൻ മനഃപ്പാഠമാക്കും.
ഖുർആൻ ഓതുന്നത് മാത്രമല്ല, ഇവർ ചെറിയ സൂറത്തുകൾ ഇങ്ങനെ മനഃപ്പാഠമാക്കി ഇത് മക്കളുമായിട്ട്, മക്കൾക്ക് സ്കൂളുകളൊക്കെ ഉണ്ട്, മക്കൾ അത്ര ഇവരോളം ആണ് ഇൻവോൾവ്ഡ് അല്ല. ഇവരുടെ ലൈഫിൽ ഇവർ പിന്നീട് ഒരു 7 മണി 8 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒന്ന് കിടക്കുക. ആ ഒരു കിടന്നത് 1 മണിക്കൂർ നേരം, ഒരു 8 മണിക്ക് ശേഷം ഒരു ദുഹ ഒക്കെ നിസ്കരിച്ചിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങും. എന്നിട്ടൊരു 10-11 മണിയാകുമ്പോൾ നീറ്റിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ അടിച്ചോരലും തുടക്കലും കാര്യങ്ങളൊക്കെ, അതിനിടയിൽ മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ സ്വമേധയാൽ ചെയ്യുന്ന കാര്യങ്ങൾ. അതൊന്നും മറ്റൊരാളുടെ സഹായത്തിൻ്റെ ആവശ്യങ്ങളില്ല. കാരണം അവർക്ക് ഫുഡ് എന്തായാലും കൊണ്ടുപോകാനില്ല, പിന്നെ യൂണിഫോം ഇട്ട് മാറ്റി പോകാൻ, റമദാനല്ലേ സമയം. അങ്ങനെ അപ്പോൾ ലുഹുർ ആകുമ്പോഴേക്ക് അടിച്ചോരൽ, കുളിക്കൽ, അലക്കൽ, പരിപാടിയൊക്കെ ലുഹുർ അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുന്ന ഒരുപാട് വായനയും ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലുന്ന രീതി. ഒരു അസർ കഴിഞ്ഞാലാണ് ഇവർ അടുക്കളയിൽ കറങ്ങുക. ഇവരൊരു രീതി, ഇവർ പറയുകയാണ് നോമ്പ് തുറക്ക് ഞങ്ങൾ ഫ്രൂട്ട്സാണ് പ്രധാനം, ഒരിക്കലും ജ്യൂസ് അടിക്കില്ല. ഫ്രൂട്ട്സ് ഇവർ ജ്യൂസ് അടിക്കില്ല, ജ്യൂസ് അടിക്കാത്ത രീതിയിലുള്ള ഫ്രൂട്ട്സ് അവർ കഴിക്കുക. പിന്നെ നാരങ്ങ വെള്ളം കലക്കിയതോ മധുരമുള്ളതോ അതൊന്നും ഇവരുണ്ടാവില്ല. ഒരു നല്ല പച്ച വെള്ളവും നല്ല ഈന്തപ്പഴവും, അതും ശുക്കിരി എന്ന് പറഞ്ഞാൽ ഈന്തപ്പഴം അവർ വാങ്ങും. അവരൊരു ബോക്സ് തന്നെ വാങ്ങും, ഒരു 1500 രൂപയുടെ ബോക്സ്, 2 ബോക്സാണ് അവർ വാങ്ങുക. അപ്പോഴേക്കും റമദാൻ കംപ്ലീറ്റ് ആയിട്ട് ആ 2 ബോക്സ് മതി, 1500 രൂപയുടെ ബോക്സിൻ്റെ വില. അത് വാങ്ങിയിട്ട് ഇവർ നോക്കും. ഇവരുണ്ടാക്കുന്ന ഫുഡ് ചിക്കന് ഇവർക്ക് പ്രധാനമാണ്. റമദാൻ്റെ ഫസ്റ്റും ഇവർ ബീഫ് വാങ്ങും, പെരുന്നാളിൻ്റെ തലേ ദിവസവും ബീഫ് വാങ്ങും, പിന്നെ ബദ്രീങ്ങളിലാണ്ടിനും ബീഫ് പള്ളിയിൽ നിന്ന് കിട്ടും. ഇവരുടെ കയ്യിലുള്ള ഈ കാശ് ഉപയോഗിച്ചിട്ട് ഇവർ റാഹത്തായിട്ട് ഒരു റമദാൻ മാസത്തിൽ ഇവർ ഒരു ജുസ് എങ്കിലും ഇവർ കാണാതെ പഠിക്കും. ഒരു ജുസ് എത്തൂല, എന്നാലും ഇവർ ഈ ഒരു വിശുദ്ധ ഖുർആൻ കൊണ്ട് ജീവിക്കുന്ന, കാരണം ഇതൊന്നും ഇവർക്ക് പണിക്ക് പോയാൽ നടക്കൂലത്രേ. ഉസ്താദുമാരെ വിളിച്ച് നോമ്പ് തുറപ്പിക്കുക, വേറെ വർത്തമാനങ്ങളൊന്നും അവിടെ ഇല്ല. ഇവർക്ക് നോമ്പ് നോക്കുന്നു എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇവർ നോമ്പ് ശരിക്ക് വളരെ ആനന്ദത്തോടു കൂടി കൈകാര്യം ചെയ്യുന്നതാണ്. നമ്മൾ ഇന്ന് രാത്രിയോടുകൂടി നമ്മൾ റമദാൻ മാസത്തിലേക്കാണ്, നാളെ നമുക്ക് നോമ്പാണ്. ഈ സെബീനയുടെ ലൈഫ് എന്നെ സംബന്ധിച്ചോളം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ റമദാനിക്കാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വർക്കുകൾ മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മൾ മുൻപത്തെ മാസത്തിൽ നമ്മൾ ഒരുക്കൂട്ടി വെച്ചൊരു കാശ് എടുത്ത് റമദാൻ ഫുള്ളായിട്ട് ആരാധനയ്ക്ക് വേണ്ടി നീക്കി വെച്ചെങ്കിൽ ഇവരുടെ റമദാൻ്റെ നോമ്പ് തുറയുടെ ഒരു ശൈലി എന്താണെന്ന് വെച്ചാൽ ഇവർ ഫ്രൂട്ട്സിൻ്റെ മാത്രം പൊരിക്കടികളൊന്നും ഇല്ല കേട്ടോ. ആ പൊരിക്കടികൾക്ക് വേണ്ടി സമയം ഇവർ കളഞ്ഞിട്ട് ആരോഗ്യം പോകുന്നത്. റമദാൻ എന്ന് പറഞ്ഞ് തീറ്റ മാത്രമല്ലല്ലോ, ഇവർ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് നോമ്പ് തുറന്നിട്ട് കുറച്ച് കഞ്ഞി കുടിക്കും. അപ്പുറത്തുള്ള ഒരു മൊയ്ലിയർ അവിടെ ഉണ്ട്, ആ മൊയ്ലിയരെ ഭാര്യ കൂടി ആ വീട്ടിൽ നിന്നാണ് തറാവി നിസ്കരിക്കൽ, വേറെ ആരും ഉണ്ടാവില്ല. ഇവരവിടെ പോകും തറാവിഹിൽ, ഇവരും ആ ജമാഅത്തിൽ പങ്കെടുക്കും. രാത്രി വന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് കഴിക്കും. പിന്നെ ഹെൽത്തി ഫുഡ് പരമാവധി തിന്നതിൻ്റെ പേരിൽ കിടന്നുറങ്ങുന്നൊരവസ്ഥ ആ മക്കൾക്കില്ല. എന്നിട്ട് രാത്രി വല്ലാതെ ഉറക്കൊഴിക്കലൊന്നുമില്ല. ഒരു 10 മണിക്ക് ഇവർ കിടന്നുറങ്ങും. ഒരു അവസാനത്തെ 10 കുറച്ചേറെ നേരം ഇവർ ചിലവഴിക്കലുണ്ട്. പക്ഷേ ഒരു പെരുന്നാളാകുമ്പോൾ മക്കൾക്കൊരു 3 കൂട്ടം ഡ്രസ്സ്, നല്ല ഡ്രസ്സ് തന്നെ എടുത്തു കൊടുക്കും. ഇവർ ഇതിന് പ്രേരിപ്പിച്ചൊരു ഘടകം റമദാൻ്റെ മുന്നൊരുക്കം എന്നുള്ളത് ഒരു വർഷം ഇവർ നടത്തുന്നുണ്ട്. ഞാൻ ആലോചിച്ച് പടച്ചോനെ, സെബീനൻ്റെ ലൈഫ് നമുക്കൊരു പാടാണ്, എന്തുകൊണ്ട് നമുക്കത് സ്വീകരിച്ചൂടെ? ഞാൻ ഇത് ഹക്കായിട്ട് പറയാം, ഈ റമദാൻ മുതൽ ഞാനിത് സ്വീകരിക്കാൻ പോകണം. കുറച്ച് കാശ് അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുക, റമദാൻ നിധി ശേഖരം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ ഒരു സന്തോഷം, ഞാൻ അവരെന്നോട് പറഞ്ഞ സന്തോഷം, നമുക്ക് ആരെങ്കിലും ഒരാൾ ഈ മാതൃക സ്വീകരിച്ചാൽ അവർക്കൊരു ഭർത്താവിൻ്റെ ആവശ്യമില്ല, ഭർത്താവ് ഇട്ടിറങ്ങി പോയിട്ടും അവർ സന്തോഷമായിട്ട് കഴിയുന്നത് എത്രയോ കാശുള്ള നമ്മൾ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് സെബീനെ ചിന്തിച്ചത്. അൽഹംദുലില്ലാഹ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതുകൊണ്ടാണ് സെബീനയുടെ പെർമിഷനോട് കൂടി ഞാൻ ഈ ഒരു സന്തോഷം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തത്. ഞാൻ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, നമ്മൾ വിശുദ്ധ റമദാനിക്ക് തലേ ദിവസം നിയ്യത്ത് വെക്കുമല്ലോ. നമ്മൾ നാളെ ഞാൻ റമദാനിൻ്റെ ഫർലായ നോമ്പിനെ അള്ളാഹുവിന് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി, നവൈത്ത് സോമാദിനദായി ഫർല റമദാനി ഹാദിഹി സനത്തിലില്ലാഹി തആല. നമ്മളിങ്ങനെ നോമ്പിന് നിയ്യത്ത് വെക്കലുണ്ട്. ഒരാൾ നോമ്പിന് നിയ്യത്ത് വെക്കാൻ മറന്നു. നേരെ അത്താഴമൊക്കെ കഴിഞ്ഞതിന് ശേഷം സുബഹിയൊക്കെ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് ഇയാൾക്ക് നോമ്പിൻ്റെ കാര്യം ഓർമ്മ വന്ന്, പടച്ചോനെ ഞാൻ നോമ്പിന് നിയ്യത്ത് വെച്ചിട്ടില്ലല്ലോ, ഇയാൾക്ക് നോമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരാൾ നോമ്പിന് നിയ്യത്ത് വെക്കാൻ മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം തീരുമാനിച്ച ആളാണ് കേട്ടോ, നോമ്പ് ഈ റമദാനിൽ ഫുള്ള് നോമ്പ് നോക്കണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹിച്ച ഒരു സാധാരണ ഒരു വിശ്വാസിയാണ്. പക്ഷെ പ്രത്യേകം നവൈത്ത് സൗമായത്തിന് എന്നാലും നോമ്പിൻ്റെ നിയ്യത്ത് അയാൾ മനഃപൂർവ്വം അങ്ങനെ ആ ഒരു വാചകം ഉപയോഗിച്ച് വെച്ചിട്ടില്ല. ആ മനുഷ്യർക്ക് പിറ്റേ ദിവസം നോമ്പ് സമയത്ത് സുബഹിക്ക് ശേഷമാണ് ഓർമ്മ വന്നത്, തലേ ദിവസം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, നിയ്യത്ത് വെച്ചിട്ടില്ല, ഇയാൾക്ക് നോമ്പ് ഉണ്ടാകുമോ ഇല്ലയോ? എന്താണ് അതിൻ്റെ ഒരു ഫിഖിഹിയായ മറുപടി എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.